വെനിസ്വേലയിലെ അട്ടിമറിക്ക് പിന്നാലെ റഷ്യയ്ക്കും ചൈനയ്ക്കും പരോക്ഷ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ അമേരിക്കൻ ആധിപത്യം ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നാണ് ട്രംപിന്റെ പരാമർശം. അതിനിടെ അമേരിക്കയുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് വെനിസ്വേലൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് വ്യക്തമാക്കി. വെനസ്വേലയിൽ ഡെൽസി റോഡ്രിഗസ് ഇടക്കാല പ്രസിഡന്റായി നിയമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി ഉയർത്തിയത്. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരാനാണ് ഇന്ത്യയുടെ തീരുമാനമെങ്കിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. വെനസ്വേലയുടെ ആത്യന്തിക ചുമതല വഹിക്കുന്നത് താനാണെന്നും രാജ്യത്തെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തുന്നതുവരെ തിരഞ്ഞെടുപ്പ് നടത്താനാവില്ലെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ ഇടക്കാല പ്രസിഡന്റായി നിയമിതയായ ഡെൽസി റോഡ്രിഗസ് അമേരിക്കയോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയത് കൗതുകമായിട്ടുണ്ട്. ഡെൻമാർക്കിന്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണെന്നും തങ്ങൾക്ക് വേണമെന്നും ട്രംപ് ആവർത്തിച്ചു. മയക്കുമരുന്ന് മാഫിയെ തുരത്താൻ തയ്യാറായില്ലെങ്കിൽ മെക്സിക്കോയ്ക്കും കൊളംബിയയ്ക്കുമെതിരെയും ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. എന്നാൽ കൊളംബിയയ്ക്ക് നേരെ സൈനികാക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പ്രതികരിച്ചു. അമേരിക്കയുടെ പിടിയിലുള്ള വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ഇന്നലെ ന്യൂയോർക്ക് കോടതിയിൽ ഹാജരാക്കി. കേസ് മാർച്ച് 17 വീണ്ടും പരിഗണിക്കും. UN രക്ഷാസമിതിയിൽ വെനസ്വേലയ്ക്കെതിരായ അമേരിക്കൻ നടപടിയെ റഷ്യയും ചൈനയും വെനസ്വേലയുടെ മറ്റ് സഖ്യരാജ്യങ്ങളും അപലപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.